Hello Leute und herzlich willkommen. നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഹൗ വേർബ്സ് ചേഞ്ച്, അതായത് പാസ്റ്റ് ടെൻസിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് വേർബ്സിന് വരുന്ന ചേഞ്ചസ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. പെർഫെക്റ്റ് ടെൻസ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ സിമ്പിൾ പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെയൊക്കെ വേർബ്സ് വരും, അല്ലെങ്കിൽ നമ്മൾക്കൊരു വേർബ് ഉണ്ടെങ്കിൽ ആ വേർബ് എങ്ങനെയൊക്കെ മാറുമെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കറിയാം കഴിഞ്ഞു പോയ കാര്യമാണ്, പാസ്റ്റ് ടെൻസ് ആണ്. നമ്മൾ ആ പാസ്റ്റ് ടെൻസ് എഴുതാനായിട്ട് ഹാബൻ അല്ലെങ്കിൽ സൈൻ എന്ന് പറയുന്ന ഒരു സപ്പോർട്ടിംഗ് വേർബിൻ്റെ ഒരു സഹായം എടുത്തിട്ട് നമ്മുടെ മെയിൻ വേർബ് പാർട്ടിസിപ്സ് വൈ ഫോമിലാണ് നമ്മൾ എഴുതുക. ഇപ്പോൾ പാർട്ടിസിപ്സ് വൈ എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ലെങ്കിൽ ടെൻഷൻ ആവണ്ട, നമുക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസ് എഴുതുമ്പോൾ എപ്പോഴും ഹാബൻ അല്ലെങ്കിൽ സൈനിൻ്റെ ഹെൽപ്പ് ഉപയോഗിക്കും. പ്ലസ് നമ്മുടെ മെയിൻ വേർബിനെ പാർട്ടിസിപ്സ് വൈയിലായിരിക്കും എഴുതുക. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇഷ് ഹാബ് ഗെഗസൻ, ഐ ഹാവ് ഈറ്റൺ, അല്ലേ? ഇവിടെ എന്താണ് നമ്മുടെ മെയിൻ വേർബ്? എസൻ ആണ്, കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ വേർബ്. പക്ഷേ ഇതിന് നമ്മൾ സപ്പോർട്ടിംഗ് വേർബായിട്ട് ഹാബൻ എടുത്തിട്ടുണ്ട്. ഹാബൻ ഇഷിൻ്റെ കൂടെ കോൺജുഗേറ്റ് ചെയ്തപ്പോൾ ഇഷ് ഹാബ് ആയി. ഓക്കെ, അപ്പോൾ ഇഷ് ഹാബ് ഗെഗസൻ, എസന്നെ എന്തായി, ഗേ മുന്നിൽ ചേർത്തു, അല്ലേ? ഗെഗസൻ ആക്കി. അപ്പോൾ അടുത്തൊരു സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ഇഷ് ബിൻ ഗെഗാങ്ങൻ, ഇഷ് ബിൻ ഗെഗാങ്ങൻ, ഐ വെൻറ്റ് അല്ലെങ്കിൽ ഐ ഹാവ് ഗോൺ. അപ്പോൾ ഇഷ് ബിന്നാണ് ഇവിടെ എന്തുകൊണ്ടാണ് ഹാബൻ എടുക്കാഞ്ഞത്? കാരണം ഞാൻ എങ്ങോട്ടോ പോയി, അല്ലേ? ഗേ എന്നുള്ള വേർബാണ് നമ്മുടെ മെയിൻ വേർബ്. അപ്പോൾ എനിക്കൊരു ചേഞ്ച് ഉണ്ട്, അല്ലേ? എൻ്റെ പൊസിഷൻ മാറി. അപ്പോൾ ഇവിടെ നമ്മൾ സൈനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ, പൊസിഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ സൈനാണ് ഉപയോഗിക്കുക. സൈൻ കോൺജുഗേറ്റ് ചെയ്ത് ഉപയോഗിക്കുക ഒബ്വിയസ്ലി. പിന്നെ ചേഞ്ച് ഇല്ല, ഇപ്പം കഴിച്ചു, എഴുതി അല്ലെങ്കിൽ വായിച്ചു എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിൽ ഹാബനാണ് ഉപയോഗിക്കുക കേട്ടോ. ഞാനൊരിടത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സെൻറ്റൻസിൽ ഒരു മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ ഹാബനാണ്. ഈ കാര്യങ്ങൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പെർഫെക്റ്റിൻ്റെ അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെ ടൈപ്പ് വേർബ്സ് ഉണ്ടാവാം, പെർഫെക്റ്റിൽ എങ്ങനെയൊക്കെയാണ് വേർബ്സ് മാറുന്നതെന്ന് നോക്കാം. നമുക്ക് റെഗുലർ വേർബ്സ് ഉണ്ട്. ആദ്യം തന്നെ റെഗുലർ വേർബ്സിന് ജർമ്മനിൽ ഇവർ വീക്ക് വേർബ്സ് എന്നും കൂടെ പറയും കേട്ടോ. ഇച്ചിരി ശക്തി കുറവുള്ള വേർബ്സ് ആണ് റെഗുലർ വേർബ്സ്. ദേ ആർ ഈസി ആൻഡ് ഫോളോ എ ഫിക്സ്ഡ് റൂൾ. റെഗുലർ വേർബ്സ് പൊതുവെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു റൂളാണ് ഫോളോ ചെയ്യുക. എങ്ങനെയാണ്? നമ്മുടെ വേർബിൻ്റെ സ്റ്റെമ്മിൻ്റെ മുമ്പിൽ ഒരു ഗേ ചേർത്തു, അവസാനം ഒരു ടീയും ചേർത്താൽ നമുക്ക് റെഗുലർ വേർബിനെ പെർഫെക്റ്റിലോട്ട് മാറ്റാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മാഹൻ എന്ന് വെച്ചാൽ ചെയ്യുക എന്നാണ്, അല്ലേ? മെയ്ഡ് അല്ലെങ്കിൽ ഡൺ എന്നുള്ളൊരർത്ഥമാണ് അതിനുള്ളത്. മാഹൻ ടു മേക്ക്. ഇപ്പം അതിൻ്റെ സ്റ്റെമ്മ് എന്താണ്? മാഹ് എന്നാണ്, അല്ലേ? കാരണം എന്താണ് ഇതിൻ്റെ സ്റ്റെമ്മ് മാഹ് ആവാൻ കാരണം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മാഹൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ഇഷ് മാഹ്, ദു മാഹ്സ്റ്റ്, അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഈ മാഹ് എന്നുള്ള ഭാഗം മാത്രമേ അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കണുള്ളൂ, അല്ലേ? നമ്മൾ ബാക്കിയാണ് മാറ്റുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റെമ്മെന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ മാഹ് എന്നുള്ളതിനെ എന്താണ് സ്റ്റെമ്മ്, അതിൻ്റെ മുമ്പിൽ ഒരു ഗേ ചേർത്തു, ഗെമാഹ്, എന്നിട്ട് അവസാനം ഒരു ടീ ചേർക്കുവാണ്, ഗെമാഹ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് പാർട്ടിസിപ്സ് വൈ ആയി. ഗെമാഹ്റ്റ് ഇത് കഴിഞ്ഞു പോയ കാര്യമാണ്, പാസ്റ്റാണ്, മെയ്ഡ് അല്ലെങ്കിൽ ഡൺ ആണ്. ഓക്കെ, ഇനി അതുപോലെ ലേൺ നോക്കുകയാണെങ്കിൽ ലേൺ ആണ് സ്റ്റെമ്മ്, നമ്മൾ അതിന് പാർട്ടിസിപ്സ് വൈ ആവുമ്പോൾ ഗെലേൺഡ് എന്നാവും. പഠിച്ചു കഴിഞ്ഞു, ലേൺഡ് എന്നാവും. ഓക്കെ, ഷീലാണ് സ്റ്റെമ്മ്, ഗെഷ്പീൽഡ്. അപ്പം ഇവിടെയെല്ലാം നമ്മൾ എന്താ ചെയ്തത്? ഇതിൻ്റെ മുന്നിലൊരു ഗേ ചേർത്തു, അവസാനം ഒരു ടീ ചേർത്തു, അല്ലേ? ഷീൽ എന്ന് പറഞ്ഞാൽ കളിക്കുക എന്നർത്ഥം. അപ്പോൾ ഗെഷ്പീൽഡ് എന്ന് പറയുമ്പോൾ കളിച്ച് കഴിഞ്ഞു, പ്ലേഡ് എന്നായി. ഓക്കെ,
അപ്പോൾ റെഗുലർ വേർബ്സിനെ കാണുമ്പോൾ ഗേ തുടക്കത്തിലും ടി അവസാനത്തിലും ചേർക്കും. ഓക്കെ, മഹൻ ഗെമാക്ട് ആവും. ഇത് ഈ വേർബ്സ് റെഗുലർ വേർബ്സ് ഏതാണെന്ന് നമ്മൾ പഠിച്ചു പോകണം. ഒരു A2 ലെവലിൽ പഠിച്ചു തുടങ്ങണം. B1 ആകുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് അറിയണം റെഗുലർ വേർബ്സ് ഏതാണ് എന്നുള്ളത്. റെഗുലർ വേർബ്സ് വെച്ചിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇഷ് ഹാബ് ഗെസ്റ്റേൺ ആബൻഡ് മിറ്റ് മൈനൻ ഫ്രോയിൻഡൻ ഗെഷ്പീൽഡ്. ഇഷ് ഹാബ ഗെസ്റ്റേൺ ഞാൻ ഇന്നലെ, ആബൻഡ് വൈകുന്നേരം, മിറ്റ് കൂടെ, മൈനൻ ഫ്രോയിൻഡൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ, ഗെഷ്പീൽ കളിച്ചു. ഐ പ്ലേഡ് വിത്ത് മൈ ഫ്രണ്ട്സ് യെസ്റ്റർഡേ ഈവനിങ്. അപ്പോൾ ഇവിടെ എന്താണ്, ഹാബ യൂസ് ചെയ്തു. പിന്നെ നമ്മുടെ മെയിൻ വേർബ് ഏതാണ്, കളിച്ചു എന്നുള്ളതാണ് അല്ലേ, സ്പീലനാണ്. അപ്പോൾ ഗെഷ്പീൽഡ് ആയി. Wir haben das Zimmer sehr schön gemacht. Wir haben ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ത്, ദസ് സിമ ആ മുറി എന്താണ്, sehr schön വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പം റൂം ഡെക്കറേറ്റ് ചെയ്തതോ എന്തോ ആണ്. ഓക്കെ, വി മെയ്ഡ് ദ റൂം ലുക്ക് വെരി നൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ മഹനായിരുന്നു നമ്മുടെ വേർബ്, അത് ഗെമാഹ്റ്റായി. നമ്മൾ സപ്പോർട്ടിംഗ് വേർബായിട്ട് ഹാബൻ എടുത്തു. ഓക്കെ, ഇനി സി ഹാറ്റ് ദി ഗൺസ് നാഹ്റ്റ് ഗെലേൺഡ് വൈൽ സി ഹോയ്റ്റ് eine Prüfung hat. ഞാൻ ഒരു ഫുൾ സ്റ്റോപ്പ് ഇവിടെ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, ഇപ്പം മറക്കല്ലേ. സി ഹാറ്റ് ദി ഗൺസ് നാഹ്റ്റ് ഗെലേൺഡ്, അവൾ ഫുൾ രാത്രി, ഗൺസ് നാഹ്റ്റ് ഫുൾ രാത്രി, ഗെലേൺഡ് പഠിച്ചു. എന്തുകൊണ്ടാണ്, വൈൽ സി ഹോയ്റ്റ് eine Prüfung hat. വൈൽ എന്തുകൊണ്ടാണ്, സി ഹോയ്റ്റ് eine Prüfung hat, അവൾക്ക് ഇന്നും ഒരു പരീക്ഷയുള്ളത് കൊണ്ട്. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ലേണനാണ് നമ്മുടെ മെയിൻ വേർബ് അല്ലേ, അത് ഗെലേൺഡ് ആയി. നമ്മുടെ സപ്പോർട്ടിംഗ് വേർബ് ഹാറ്റാണ്, ഹാബൻ സി ആയതുകൊണ്ട് ഹാറ്റായി. എന്നിട്ട് ഇവിടെ എന്താണ്, വൈൽ വരുമ്പോൾ എങ്ങനെയാണ്, വൈൽ വരുമ്പോൾ അവസാനം വേർബ് വരണം അല്ലേ, അതുകൊണ്ടാണ് ഇവിടെ ഒരു ഹാറ്റ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ 3 എക്സാമ്പിൾസ് നോക്കി. ഇനി നമുക്ക് ഇറെഗുലർ വേർബ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇറെഗുലർ വേർബ്സിന് നമ്മൾ സ്ട്രോങ് വേർബ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ദീസ് വേർബ്സ് ചേഞ്ച് ഇൻസൈഡ് ആൻഡ് എൻഡ് വിത്ത് en ഇൻസ്റ്റെഡ് ഓഫ് ടി. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ടീയിലാണ് അവസാനിക്കുന്നത്, ഗേ ചേർക്കുന്നൊക്കെ. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റെമ്മ് തന്നെ മാറിപ്പോവും. ഇൻസൈഡ് മാറുന്നത് അതാണ് പറയുന്നത്. നമ്മുടെ ഇതിൻ്റെ വേർബിൻ്റെ സ്റ്റെമ്മ് മാറും. എന്നിട്ട് ഇഎനിലാണ് അവസാനിക്കുക. നമ്മൾ മുമ്പ് വീക്ക് വേർബ്സിൽ ടീയിൽ അവസാനിക്കുന്നു എന്ന് പറഞ്ഞല്ലേ, പക്ഷേ ഇവിടെ ഗേ വിത്ത് ദ ചേഞ്ച്ഡ് സ്റ്റെം പ്ലസ് en ആണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഗേൻ എന്ന് പറഞ്ഞാൽ ഗേൻ്റെ സ്റ്റെം ഏതാണ്, ഗേ ആണല്ലേ. പക്ഷേ ഇത് പാർട്ടിസിപ്സ് വൈ ആവുമ്പോൾ ഗേ ഗാങ്ങൻ ആവും. ഓക്കെ, ടി വരുന്നില്ല അവിടെ അവസാനം അല്ലേ. അപ്പം ഗേ എന്ന് വെച്ചാൽ പോവാന്നാണ് അർത്ഥം. ഗെഗാങ്ങൻ എന്ന് വെച്ചാൽ പോയി, ഗോൺ, ഓൾറെഡി നടന്നു കഴിഞ്ഞു, ഗെഗാങ്ങൻ. സേൻ എന്ന് വെച്ചാൽ കാണുക അല്ലേ, ടു സീ, അതിൻ്റെ സ്റ്റെം ഏതാണ്, സേ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഗെസേൻ. അപ്പം കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇവിടെ സ്റ്റെമ്മിൽ അത്ര മാറ്റില്ല കേട്ടോ, സേൻ തന്നെയാണ് വരുന്നത്. ഇനി എസൻ, എസ്. ഓക്കെ, ഗെഗെസൻ, ഓൾറെഡി ഏറ്റൻ, കഴിഞ്ഞു, ആഹാരം കഴിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇനി ഇറെഗുലർ വേർബ്സിൽ സ്റ്റെമ്മ് തന്നെ മാറും. അങ്ങനെ ഗേൻ ഗഗാങ്ങൻ അങ്ങനെയാവും. ഓക്കെ, അപ്പം ഇതിന് ഒരു സ്പെസിഫിക് റൂളില്ല. ഇപ്പം ഇവിടെ നോക്കിയാൽ ഇവിടെ സ്റ്റെമ്മ് മാറണില്ല, ഇവിടെ മാറുന്നുണ്ട്. അപ്പോൾ ഇറെഗുലർ വേർബ്സ് നമ്മൾ പഠിച്ചു വെക്കണം. അപ്പം നമുക്കിനി നമ്മുടെ എക്സാമ്പിൾസ് നോക്കിയാലോ. ഇഷ് ബിൻ ഗഗാങ്ങൻ, ഐ വെൻറ്റ്. ഇഷ് ഹാബ ഗെസേൻ, ഐ സോ. ഇഷ് ഹാബ ഗെഗെസൻ, എന്താണ്, ഞാൻ കഴിച്ചു. ഓക്കെ, ich bin gestern sehr früh gegangen, weil ich müde war. Ich bin gestern sehr früh, ഞാൻ ഇന്നലെ, ഇവിടെ നോക്കിയാൽ ഹാബയല്ല ബിന്നാണ് വന്നത്. എന്തുകൊണ്ടാണ്, ഗഗാങ്ങനാണ് അല്ലേ, ഞാൻ പോയി. അപ്പോൾ എനിക്കൊരു പൊസിഷൻ ചേഞ്ച് ഉണ്ടായി, ലൊക്കേഷൻ ചേഞ്ച് ഉണ്ടായി. അപ്പോൾ ബിന്നായി, ഹാബെ മാറിയിട്ട്. അപ്പോൾ ഇഷ് ബിൻ ഗെസ്റ്റേൺ സേർ ഫ്രൂ, ഞാൻ ഇന്നലെ വളരെ നേരത്തെ പോയി. വൈൽ ഇഷ് മൂഡ് വാ, എന്തുകൊണ്ടാണ്, എനിക്ക് ക്ഷീണമായിരുന്നു അതുകൊണ്ട്. ഐ ലെഫ്റ്റ് വെരി ഏർലി യെസ്റ്റർഡേ ബിക്കോസ് ഐ വാസ് ടയർഡ്. Er hat den neuen Film schon gesehen. Er hat, ഇവിടെ ഹാബയാണ് അല്ലേ, ഹാബനെ കോൺജുഗേറ്റ് ചെയ്ത് എയർ ഹാറ്റ്
എന്താണ് കാരണം ഇവിടെ വലിയ ചേഞ്ച് ഒന്നുമില്ല, അയാളൊരു സിനിമ കാണേ ചെയ്തിട്ടുള്ളൂ അല്ലേ. അപ്പം അയാൾക്ക് പൊസിഷൻ ചേഞ്ചോ സിറ്റുവേഷൻ ചേഞ്ചോ ഇല്ല. ഹാറ്റ് ഡേൻ നോയിൻ ഫിലിം ഷോൺ ഗെസേൻ. അവൻ പുതിയ സിനിമ കണ്ടു കഴിഞ്ഞു, ഇപ്പോഴേ കണ്ടു. ഓക്കെ, ഹാറ്റ് ഓൾറെഡി സീൻ ദ ന്യൂ മൂവി. അടുത്ത സെൻറ്റൻസ്, വി ഹാബൻ ഇം റെസ്റ്റോറൻറ്റ് ലെക്കർ ഗെഗെസൻ und viel gelacht. Wir haben, ഇവിടെ നമ്മൾക്ക് പൊസിഷൻ ചേഞ്ച് ഇല്ല, അതുകൊണ്ട് ഹാബൻ ആണ് എടുത്തത് അല്ലേ. ഹാബൻ കോൺജുഗേറ്റ് ചെയ്യുമ്പോൾ വി ആർ ഹാബൻ. ഇം റെസ്റ്റോറൻറ്റ്, നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ലെക്കർ ഗെഗെസൻ നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിച്ചു. und viel gelacht, അപ്പം നല്ല ഫുഡും കഴിച്ചു, ഒരുപാട് ചിരിക്കുകയും ചെയ്തു അല്ലേ. വി എയ്റ്റ് ഡെലിഷ്യസ് ഫുഡ് അറ്റ് ദ റെസ്റ്റോറൻറ്റ് ആൻഡ് ലാഫ്ഡ് എ ലോട്ട്. നമ്മൾ നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിക്കുകയും ചെയ്തു, ഒരുപാട് ചിരിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പം ഇറഗുലർ വേർബ്സ് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് കണ്ടുല്ലോ. ഇനി നമുക്ക് മിക്സ്ഡ് വേർബ്സ് നോക്കാം. മിക്സ്ഡ് വേർബ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെയും ഇല്ല ഇവിടെ ഇല്ലാത്ത ആൾക്കാരാണ് കേട്ടോ. ചിലപ്പോൾ പാർട്ട്ലി റെഗുലറാണ്, പാർട്ട്ലി ഇറഗുലറാണ്. നമുക്ക് നോക്കാം. ഇപ്പോൾ ബ്രിങ്ങൻ എടുക്കുവാണെങ്കിൽ കൊണ്ടുവരിക എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ അത് പാർട്ടിസിപ്സ് വായിൽ ഗെബ്രാഹ്റ്റ് ആവും. ഓക്കെ, കൊണ്ടുവന്ന് കഴിഞ്ഞു, ബ്രോട്ട്. ഓക്കെ, ഗെബ്രാഹ്റ്റ്. ഡെങ്കൻ ഗെഡാഹ്റ്റ്. ഓക്കെ, ഡെങ്കൻ എന്ന് വെച്ചാൽ തിങ്ക് ചെയ്യുക, ഗെഡാഹ്റ്റ് എന്ന് വെച്ചാൽ ആലോചിച്ച് കഴിഞ്ഞു, ഓൾറെഡി തോട്ട്. ഓക്കെ, ഇനി ഇവയിൽ എന്താ പ്രത്യേകത? ഗേ ഉണ്ട്, ടീ ഉണ്ട്. ഓക്കെ, ഗേയും ഉണ്ട്, ടീയും ഉണ്ട്. നോക്കി നിങ്ങൾ ഇല്ലേ, പക്ഷേ നടുക്കുള്ള സാധനം മാറി, സ്റ്റെമ്മ് മാറി നമ്മുടെ. അപ്പോൾ സ്റ്റെമ്മ് മാറും ഇതിൽ, ഡെങ്കൻ ഗെഡാഹ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു സ്പെഷ്യൽ കേസായിട്ട് നമുക്ക് എടുക്കാം. മിക്സ്ഡ് വേർബ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ മിക്സ്ഡ് വേർബ്സിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഇഷ് ഹാബ ദസ് ബൂഹ് ഗെബ്രാഹ്റ്റ്. ഇഷ് ഹാബ ദസ് ബൂഹ് ഗെബ്രാഹ്റ്റ്. ഐ ബ്രോട്ട് ദ ബുക്ക്. ഞാൻ ബുക്ക് കൊണ്ടുവന്നു. ഓക്കെ, സി ഹാഡ് സൊഫോർട്ട് ആൻഡ് ഡിഷ് ഗെറ്റാഹ്റ്റ്. സി ഹാഡ് സൊഫോർട്ട്. സൊഫോർട്ട് എന്ന് വെച്ചാൽ ഉടനെ തന്നെ, ഇമീഡിയറ്റ്ലി. സി ഹാഡ് സൊഫോർട്ട് ആൻഡ് ഡിഷ് ഗെറ്റാഹ്റ്റ്. ഷീ തോട്ട് ഓഫ് യു ഇമീഡിയറ്റ്ലി. ഓക്കെ, wir haben das Geschenk gebracht. We brought the gift. Wir haben das Geschenk gebracht. Okay, അടുത്തൊരു എക്സാമ്പിൾ. Ich habe gestern Blumen für meine Mutter gebracht, weil sie Geburtstag hatte. Ich habe gestern Blumen für meine Mutter gebracht. ഞാൻ ഇന്നലെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പൂക്കൾ കൊണ്ടുവന്നു. എന്തുകൊണ്ടാണ്? weil sie Geburtstag hatte. വൈൽ അമ്മയ്ക്ക് ബർത്ത്ഡേ ആയതുകൊണ്ട്. ഐ ബോട്ട് ഫ്ലവേഴ്സ് ഫോർ മൈ മദർ യെസ്റ്റർഡേ ബിക്കോസ് ഇറ്റ് വാസ് ഹർ ബർത്ത്ഡേ. അടുത്ത സെൻറ്റൻസ്. ഹാറ്റ് lange gedacht, bevor die richtige Entscheidung getroffen hat. Hat lange gedacht. എന്താണ്? അവൻ ഒരുപാട് സമയം ആലോചിച്ചിരുന്നു. Before die richtige Entscheidung getroffen hat. കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കും മുന്നേ അയാൾ ഒരുപാട് ആലോചിച്ചിരുന്നു. ഹീ തോട്ട് ഫോർ എ ലോങ് ടൈം ബിഫോർ ഹി മെയ്ഡ് ദ റൈറ്റ് ഡിസിഷൻ. ഇനി വി ഹാബൻ ദസ് എസൻ ഇൻസ് ബൂറോ ഗെബ്രാഹ്റ്റ്. ഡാമിറ്റ് alle zusammen essen können. Wir haben das Essen ins Büro gebracht. ഞങ്ങൾ ഫുഡ് ഓഫീസിലേക്ക് കൊണ്ടുവന്നു. ഡാമിറ്റ് alle zusammen essen können. എന്തിനു വേണ്ടിയാണ്? എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. വി ബോട്ട് ദ ഫുഡ് ടു ദ ഓഫീസ് സോ ദാറ്റ് എവ്രി വൺ കുഡ് ഈറ്റ് ടുഗെദർ. ഓക്കെ, അപ്പം മിക്സ്ഡ് വേർബ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കണ്ടില്ലേ. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് വേർബ് നോക്കാം. ഓക്കെ, ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ വേർബ്സ് വിത്ത് പ്രിഫിക്സസ് ആണ്. ഓക്കെ, അപ്പം വേർഡ്സ് വിത്ത് പ്രിഫിക്സസ് എന്ന് പറയുമ്പോൾ പ്രിഫിക്സ് എന്താണെന്ന് നമുക്കറിയാമല്ലേ. നമ്മൾ ട്രെൻഡ് ബാറെ വേർബൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഒരു വേർബിൻ്റെ മുമ്പിൽ ബേ, ഫെയർ, എയർ, എൻറ്റ്, സെയർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നതാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്ന വേർബ്സ് എങ്ങനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ വേർബ്സിൻ്റെ മുന്നിൽ ഗേ വരില്ല. ഓക്കെ, ദീസ് ഡോണ്ട് ടേക്ക് ഗേ ഇൻ ദ മിഡിൽ. ഇതിന് ഗേ വരില്ല മുമ്പിൽ. ഇനി ഞാൻ ഇത് കൂടുതൽ പറയുമ്പോഴത്തേനും ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ഇപ്പം ഇത് ഏതാണ് പ്രിഫിക്സ് ഉള്ള വേർബ്, ഏതാണ് സ്ട്രോങ് വേർബ്, ഏതാണ് വീക്ക് വേർബ് എന്നൊന്നും അറിഞ്ഞില്ലേലും ഇത്
ഒരു വേർബ് കാണുമ്പോൾ അതെങ്ങനെ കോൺജുഗേറ്റ് ആവും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പാസ്റ്റ് ടെൻസിലായ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ ഫോം ചെയ്യും എന്ന് കറക്റ്റായിട്ട് അറിയണം കേട്ടോ. ഇപ്പം ഇതാണ് ഇതിൻ്റെ തിയറി. ഓക്കെ, ഇത് സ്ട്രോങ് വേർബാണ്, ഇത് വീക്ക് വേർബ് ആണെന്ന് പറഞ്ഞ് പഠിച്ചില്ലേലും ഇത് ബെസൂഹൻ എന്ന് കണ്ടാൽ ഇതെന്താവും, അല്ലെങ്കിൽ ഗേ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പാർട്ടിസിപ്സ് വൈ വരും എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇവിടുത്തെ നമ്മുടെ പ്രിഫിക്സ് ഉള്ള വേർബ്സിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഇപ്പം ബെസൂഹനാണ് നമ്മുടെ ആദ്യത്തെ വേർബ്. ബെസൂഹൻ എന്ന് വെച്ചാൽ വിസിറ്റ് ചെയ്യാന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ ബേ ആണ് ഇവിടുത്തെ പ്രിഫിക്സ്, സൂഹൻ എന്ന് വെച്ചാൽ നോക്കുക ആണ് അല്ലേ. അപ്പം ബെസൂഹൻ എന്ന് വെച്ചാൽ വിസിറ്റ് ചെയ്യാന്നാണ് അർത്ഥം. ഇത് പാർട്ടിസിപ്സ് വൈയിൽ വരുമ്പോൾ, പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ ബെസൂഹ്റ്റ് എന്നാവും. അപ്പം വിസിറ്റഡ്. ഓക്കെ, ഇനി ഫെർസ്റ്റേൻ എന്ന് വെച്ചാൽ എന്താണ്, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഫെർസ്റ്റേൻ, ഫെർ ആണ് നമ്മുടെ പ്രിഫിക്സ്, സ്റ്റേ എന്ന് വെച്ചാൽ നിൽക്കുക എന്നാണ് അർത്ഥം. പക്ഷേ ഫെർസ്റ്റേ എന്ന് പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാർട്ടിസിപ്സ് വൈ എന്താവും, പാസ്റ്റ് ടെൻസ് ഫെർസ്റ്റാൻഡൻ എന്നാണ്. ഓക്കെ, ഫെർസ്റ്റാൻഡൻ, അണ്ടർസ്റ്റുഡ്. ഇനി അതുപോലെ എർസേലൻ, എർസേൽഡ്, എർസേലൻ, എർസേൽഡ്. ഇതിൻ്റെ സാലൻ എന്ന് വെച്ചാൽ നമ്പേഴ്സ് എന്നാണ് അർത്ഥം, സേൽ എന്ന് വെച്ചാൽ കൗണ്ട് ചെയ്യാന്നാണ് അർത്ഥം. പക്ഷേ എർസേൽ എന്ന് വെച്ചാൽ പറയാന്നാണ് അർത്ഥം. ഓക്കെ, മിക്കപ്പോഴും പ്രിഫിക്സ് ഉള്ള വേർബ്സിൻ്റെ മുമ്പിൽ ഗേ ചേർക്കാറില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പം ഇഷ് ഹാബ മൈനൻ ഫ്രോയിൻഡ് ബെസൂഹ്ഡ്. അപ്പം ഇഷ് ഹാബ മൈനൻ ഫ്രണ്ട് ബെസൂഹ്ഡ്, ഐ വിസിറ്റഡ് മൈ ഫ്രണ്ട്. ഇഷ് ഹാബ ഡിഷ് ഗുഡ് ഫെർസ്റ്റാൻഡൻ. Okay, ich habe dich gut verstanden. I understood you well. Hat sie Geschichte erzählt. Hat die Geschichte erzählt. He told the story. Ich habe meine Großeltern am Wochenende besucht. Ich habe meine Großeltern am Wochenende besucht. I visited my grandparents on the weekend. Okay. Sie hat die Geschichte sehr spannend erzählt. Sie hat die Geschichte sehr spannend erzählt. She told the story in a very exciting way. Wir haben das Problem endlich verstanden. Wir haben das Problem endlich verstanden. We finally understood the problem. Okay. അപ്പോൾ നമ്മൾ പ്രിഫിക്സ് ഉള്ള വേർബ്സ് ആണ് ഇപ്പോൾ നോക്കിയതല്ലേ. ബെസൂഹ്ഡ്, ഫെർസ്റ്റാൻഡൻ, എർസേൽഡ്. ഇനി നമുക്ക് എന്താണ്, ഹാബൻ ആണോ സൈൻ ആണോ യൂസ് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ നോക്കാം കേട്ടോ. ഇത് B1 ആകുമ്പോഴേക്കും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയണം എവിടെ ഹാബൻ വരണം, എവിടെ സൈൻ വരണം എന്നുള്ളത്. അപ്പോൾ യൂസ് ഹാബൻ ഫോർ ആക്ഷൻ വിത്തൗട്ട് മൂവ്മെൻറ്റ് ഓർ സ്റ്റേറ്റ് ചേഞ്ച്. അപ്പം നമ്മൾ പറയുന്ന സെൻറ്റൻസിൽ മൂവ്മെൻ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നില്ല. ഞാൻ ഇരുന്നിരുന്ന ഒരാൾ എണീറ്റ് നിൽക്കുവാണ്, അതൊരു സ്റ്റേറ്റ് ചേഞ്ച് ആണല്ലേ. അങ്ങനത്തെ ചേഞ്ചസ് ഇല്ലാത്ത കേസിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാത്ത കേസിൽ എപ്പോഴും നമ്മൾ ഹാബനാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിരിക്കണം കേട്ടോ. ഇഷ് ഹാബ ഗേ ആബൈറ്റഡ്, ഇഷ് ഹാബയാണ്. ഇഷ് ബിൻ ഒരിക്കലും ഇവിടെ പറയില്ല, കാരണം ഒരു സ്റ്റേറ്റ് ചേഞ്ച് ഇല്ല, ഞാൻ വർക്ക് ചെയ്യുവാണ്. ഓക്കെ, അപ്പം ഇഷ് ഹാബ ഗേ ആബൈറ്റഡ്. ഇനി സൈൻ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക? യൂസ് സൈൻ ഫോർ മൂവ്മെൻറ്റ് ഓർ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അപ്പം മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് ഫോർ എക്സാമ്പിൾ എന്താണ്? ഗെയിൻ, കോമൺ, ഔസ്റ്റേൻ, സ്റ്റർബൻ. ഓക്കെ, പോവുക, വരിക, എണീറ്റ് നിൽക്കുക, അല്ലെങ്കിൽ മരിക്കുക, ഇങ്ങനത്തെ കേസിലൊക്കെയാണ് ഒരു സ്റ്റേറ്റ് ചേഞ്ച് ഉണ്ടായി അല്ലേ. അവിടെ നമ്മൾ സൈനാണ് യൂസ് ചെയ്യുക. സൈൻ യൂസ് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് ഏതാണോ അതിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യണം കേട്ടോ. അത് നമ്മുടെ ബേസിക് വേർബിൻ്റെ റൂളാണ് അല്ലേ. അത് ഇവിടെയാണെങ്കിലും അങ്ങനെയാണ്. ഹാബൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സബ്ജക്റ്റിനനുസരിച്ച് ഹാബനെ കോൺജുഗേറ്റ് ചെയ്യുക. അപ്പോൾ ഇഷ് ബിൻ ഗെഗാങ്ങൻ, ഞാൻ പോയി. അപ്പം ഇഷ് ബിന്നാണ്. ഓക്കെ, അപ്പോൾ ഹാബനും സൈനും ഞാൻ ഇത്രയും വട്ടം പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ പഠിച്ചു? പെർഫെക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഹാബൻ അല്ലെങ്കിൽ സൈൻ വേണം. ഓക്കെ, ഇനി ഹാബൻ എപ്പോഴാണ് സൈൻ എപ്പോഴാണെന്നും കൂടെ പഠിച്ചല്ലോ. വേർബ് പാർട്ടിസിപ്സ് വൈ ആക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ പാർട്ടിസിപ്സ് വൈ ആക്കാനായിട്ട് കുറച്ച് റൂൾസ് ഉണ്ട്. റെഗുലർ വേർബ്സിൽ നമ്മൾ ഗേ പ്ലസ് വേർബ് സ്റ്റെം പ്ലസ് ടി ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ ഗെമാഹ്റ്റ്. ഇറെഗുലർ വേർബ്സിൽ നമ്മൾ ഗേ പ്ലസ് മിക്കപ്പോഴും സ്റ്റെം ചേഞ്ച് ആവും, പ്ലസ് EN ആണ് അവസാനം ചേർക്കുന്നത്. ഗെഗാങ്ങൻ പോലെയുള്ള വേർബുകൾ. ഇനി പ്രിഫിക്സ് ഉള്ള വേർബുകളിൽ എങ്ങനെയാണ്?
ഗേ ഇല്ല അല്ലേ, ഗേ ഇല്ല. ബെസൂഹ്റ്റ്, ബെസൂഹൻ, ബെസൂഹ്റ്റാവും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്.